അപ്പോൾ എന്ത് പേഴ്സണൽ റിവെഞ്ച് എന്ത് ഗ്രഡ്ജ് ഉണ്ടെങ്കിലും ഇതുപോലെ ഫേക്ക് അക്കൗണ്ട്സ് എടുത്തിട്ട് വന്ന്. അതെ, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആക്രമിക്കാനായിട്ടുള്ള അവർക്കൊരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി, ഞാൻ അങ്ങനെ എൻ്റെ ഫാമിലി എല്ലാം ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അറിയാം. സിസ്റ്റർ ആണെങ്കിലും ഫിയാൻസൊക്കെ ആണെങ്കിലും അപ്പോൾ അവർക്ക് മെസ്സേജ് അയക്കുക, അവരെ ത്രട്ടൺ ചെയ്യുക. അതെങ്ങനെയാണ് വരുന്നത്? ഇപ്പം അതെനിക്ക് മനസ്സിലാവില്ല. അത് ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട്. ഇപ്പം ഓക്കെ, അത് ഇൻഫ്ലുവൻസിങ് എന്നുള്ളൊരു ജോലിയിൽ അതൊരു പാഷൻ ആണെങ്കിലും ജോലിയാണെങ്കിലും അത് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, മേക്ക് അനദർ വീഡിയോ ഓർ കണ്ടന്റ് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ കമന്റ്സ് ഇടുക, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കുക. ഹൗ ദേ ആർ റീച്ചിങ് ഔട്ട് ടു ദ ഫാമിലി, അത് ഭയങ്കര സാഡ് പാർട്ടല്ലേ? അവരുടെ പീസ്ഫുൾ ലൈഫ് ആണല്ലേ അത് അഫക്റ്റഡ് ആവുന്നത്. റിയാക്ട് ചെയ്യാറുണ്ട് അവർ മാക്സിമം. അവരൊക്കെ സിസ്റ്ററൊക്കെ ആണെങ്കിൽ തന്നെ ചിലരൊക്കെ ബ്ലോക്ക് ചെയ്ത് കളയാറുണ്ട് എന്തെങ്കിലും മെസ്സേജൊക്കെ വരുമ്പോൾ. അവൾക്ക് അറിയാം എങ്ങനെ നിൽക്കണം എന്നൊക്കെ. കാരണം ചില ആൾക്കാർ റിവെഞ്ചിന് വേണ്ടിയിട്ട് അവർക്ക് അറിയാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ ഫാമിലിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഹർട്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്. എന്തിനും മടിയില്ലാത്ത കുറേ ആളുകളാണ്. അതൊക്കെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറയാൻ മാത്രമേ ധൈര്യമുള്ളൂ. നേരിട്ട് വന്ന് പറയാനുള്ള ഗട്ട്സില്ലാത്തവരാണ് ഇങ്ങനെ കിടന്ന് കമൻ്റ് അടിക്കുന്നവരും ഭൂരിഭാഗം ആളുകളും. നേരിട്ട് അങ്ങനെ വന്ന് നമ്മൾ എടുത്തു നിന്നിട്ട് കുറച്ച് ആ സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് നേരിട്ട് കാണിക്കുന്ന ധൈര്യമില്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത്.